My father was so proud of me because, he was a kit man of a football club. And a few goals, I score goals. And next day I come in the paper like a small part. And he was so proud. He put it in his paper and he showed his all. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗോളുകൾ കൊണ്ട് ചരിത്രമെഴുതിയ മനുഷ്യൻ, റെക്കോർഡുകൾ തകർത്ത മനുഷ്യൻ. പക്ഷേ ഈ മഹത്തായ താരത്തിന്റെ ഹൃദയത്തിൽ ഇന്നും ഒരു മായാത്ത വേദനയുണ്ട്. അത് അദ്ദേഹത്തിന്റെ അച്ഛനെക്കുറിച്ചുള്ളതാണ്. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മഡേറ ദ്വീപിലാണ് റൊണാൾഡോ ജനിച്ചത്. വളരെ ദരിദ്രനായ ഒരു കുടുംബം. അച്ഛൻ ജോസെ തിനിസ് അവേറോ ഒരു മുനിസിപ്പൽ തൊഴിലാളിയായിരുന്നു. കുടുംബത്തെ പോറ്റാൻ അദ്ദേഹം കഠിനമായി ജോലി ചെയ്തു. പണമില്ല, സൗകര്യങ്ങളില്ല, പക്ഷേ മകന്റെ സ്വപ്നങ്ങൾക്ക് പിന്തുണയുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ റൊണാൾഡോ ഫുട്ബോളിനെ സ്നേഹിച്ചു. മഴയോ വെയിലോ നോക്കാതെ മണിക്കൂറുകളോളം കളിച്ചു. അന്ന് പലരും പറഞ്ഞു ഇവൻ വലിയ താരമൊന്നുമാകില്ല. പക്ഷേ ഒരു മനുഷ്യൻ മാത്രം അവനെ വിശ്വസിച്ചില്ല. അത് അവൻ്റെ അച്ഛനായിരുന്നു. കാലം കടന്നുപോയി. റൊണാൾഡോയുടെ കഴിവ് ലോകം തിരിച്ചറിഞ്ഞു. അവൻ പോർച്ചുഗലിലെ വലിയ ക്ലബ്ബുകളിലേക്ക് എത്തി. പിന്നീട് ലോകം കണ്ട ഫുട്ബോളിൻ്റെ വേദിയിലേക്ക്. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും സന്തോഷം മാത്രം തരില്ല. 2005 ഒരു ദുരന്തം സംഭവിച്ചു. റൊണാൾഡോക്ക് വെറും 20 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ആ സമയത്ത് റൊണാൾഡോ തൻ്റെ കരിയറിലെ തുടക്കത്തിലായിരുന്നു. ലോകം കീഴടക്കാനുള്ള യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ യാത്ര മുഴുവൻ കാണാൻ അച്ഛന് കഴിഞ്ഞില്ല. പിന്നീട് പല അഭിമുഖത്തിലും റൊണാൾഡോ പറഞ്ഞ വാക്കുകൾ ലോകത്തെ കണ്ണീരിലാഴ്ത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയാമോ? ഞാൻ നേടിയ വിജയങ്ങൾ മുഴുവൻ കാണാൻ എൻ്റെ അച്ഛന് കഴിഞ്ഞില്ല എന്നതാണ്. ആ വാക്കുകൾ ഒരു മകൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നായിരുന്നു. ഇന്ന് റൊണാൾഡോ 5 ബോളുകൾ നേടി, അനവധി കിരീടങ്ങൾ നേടി, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തരായ മനുഷ്യരിൽ ഒരാളായി. എന്നാൽ ഒരു ഫാദേഴ്സ് ഡേയിൽ അദ്ദേഹം തൻ്റെ അച്ഛനെ മറക്കാറില്ല. കാരണം ഒരു മകൻ്റെ ജീവിതത്തിലെ ആദ്യ ഹീറോ അവൻ്റെ അച്ഛനാണ്. ഇന്ന് റൊണാൾഡോ സ്വന്തം മക്കൾക്ക് ഒരു മികച്ച അച്ഛനാകാൻ ശ്രമിക്കുന്നു. അവർക്ക് സമയം നൽകുന്നു, അവരോടൊപ്പം കളിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരുപക്ഷെ തനിക്ക് തൻ്റെ അച്ഛനിൽ നിന്ന് ലഭിച്ച സ്നേഹം തന്നെയാണ് അദ്ദേഹം തൻ്റെ മക്കൾക്ക് നൽകുന്നത്. ഈ ഫാദേഴ്സ് ഡേയിൽ റൊണാൾഡോയുടെ കഥ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ വിജയിക്കുമ്പോൾ ആദ്യം സന്തോഷിക്കുന്നത് നമ്മളുടെ അച്ഛനാണ്. നമ്മൾ വീഴുമ്പോൾ ആദ്യം കൈപിടിക്കുന്നത് നമ്മുടെ അച്ഛനാണ്. അവർ എപ്പോഴും അത് പറഞ്ഞേക്കില്ല, പക്ഷേ അവരുടെ സ്നേഹം വാക്കുകളേക്കാൾ വലുതാണ്. നിങ്ങളുടെ അച്ഛൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നന്ദി പറയൂ. കാരണം ഒരു നാൾ ആ അവസരം ലഭിക്കണമെന്നില്ല. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ. അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.